നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തിൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ്. പീക്ക് 15 അല്ലെങ്കിൽ പഴയ സെക്വയ ക്യാപിറ്റൽ ഇന്ത്യ എന്ന ഫണ്ടും അതോടൊപ്പം തന്നെ ഏസ് ഇൻവെസ്റ്ററായിട്ടുള്ള ആഷിഷ് കച്ചോലിയയും പിന്നെ ക്രിസ് ക്യാപിറ്റലും ഒക്കെ ബാക്കപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ്. ഓഫീസിൻ്റെ സ്പെല്ലിംഗ് AWFIS എന്നാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവുന്നത് ഓഫീസ് സ്പേസ് എന്ന് പറയുമ്പോൾ ഓഫീസ് സ്പേസ് തന്നെയായിട്ടാണ്. അതായത് ഒരു വലിയ മാളിൽ വിവിധ കടമുറികളിലായിട്ട് പല പല റീറ്റെയിലേഴ്സ് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തിട്ട് അതിൽ കോർപ്പറേറ്റ് ഭീമന്മാർ, വലിയ കോർപ്പറേറ്റുകളും SMEകളും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളും എല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഒരു മോഡലാണ്. അതായത് ഒരു മാളിൽ എങ്ങനെയാണോ റീറ്റെയിലേഴ്സ് വിവിധ കടകൾ മുറികളിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് നൽകുന്നു. അതിൽ വിവിധ കമ്പനികൾ പ്രവർത്തിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഈ കമ്പനി 598.93 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ഇത് 128 കോടിയും അതിൽ ഫ്രഷ് ഓഹരികളാണ്, ബാക്കി ഉള്ളതാണ് ഓഫർ ഫോർ സെയിൽ. അതായത് 470.93 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലാണ്. മെയ് 22 മുതൽ 27 വരെയാണ് ഈ കമ്പനിയുടെ ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ കമ്പനിയുടെ ഇഷ്യൂ വിശേഷങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഇത് ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, ഈ കാറ്റഗറിയിൽ ഇന്ത്യയിലെ ലൊക്കേഷൻസിൻ്റെ എണ്ണത്തിൽ നമ്പർ 1 ആണ് ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം. ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി ഇന്ത്യയിൽ ഈ തരത്തിൽ ഉള്ള ഏറ്റവും വലിയ കമ്പനിയാണെന്ന് 16 ലൊക്കേഷൻസിലാണ്, കൊച്ചി അടക്കം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, മൾട്ടിനാഷണൽ കമ്പനികൾ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സെറ്റപ്പാണ് ഈ കമ്പനി ഒരുക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഉള്ള ഇന്ത്യയിലെ കമ്പനികളിൽ നമ്പർ 1 ആണ് ഓഫീസ് സ്പേസ് എന്നുള്ളത്. ഇവരുടെ ആസ്ഥാനം ഡൽഹിയാണ്. 2 രീതിയിലാണ് പ്രധാനമായിട്ട് ഇവർ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഒന്ന് സ്ട്രെയിറ്റ് ലീസിങ് മോഡലിലാണ്. അതായത് ഇടപാടുകാർക്ക് അത്രയും സ്ഥലം ലീസിന് നൽകുകയാണ്, ഒരു കോമൺ ഏരിയ എല്ലാം വെച്ചിട്ട് ലീസിന് കൊടുക്കുന്നു. മന്ത്ലി റെൻറ്റ് പോലെ അവരത് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. മറ്റൊരു മോഡലാണ് മാനേജ്ഡ് അഗ്രഗേഷൻ എന്നുള്ളത്. അത് ലാൻഡ് ലോഡും അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ലാൻഡ് ലോഡുമായിട്ട് ചേർന്ന് ഉള്ള ഒരു മോഡലാണ്. അത് പെർ സീറ്റാണ് അതിൻ്റെ കോസ്റ്റ് വരിക. അതായത് ഒരു ആവറേജ് ഇൻഡസ്ട്രി കോസ്റ്റിൻ്റെ പകുതിയെ ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഉള്ള മോഡലിൽ വരുന്നുള്ളൂ. മാനേജ്ഡ് അഗ്രഗേഷൻ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും പെർ സീറ്റിന് ആയിരിക്കും ചാർജ് ചെയ്യുക, അത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ 2 മോഡലിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഇവർക്ക് മൊത്തം ഒരു 16 സെൻറ്റേഴ്സിലാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഓഫീസ് സ്പേസ്. അത് 3053 എംപ്ലോയീസ് കമ്പനിക്കുണ്ട്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രയോജനകരമാണ്. അവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ്, വളരെ ഫാസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കോഫി, ടീ ഫെസിലിറ്റീസ്, ലഘുഭക്ഷണം അടക്കം അവർ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രിൻറ്റിങ്ങും സ്കാനിങ്ങും എല്ലാം അത്തരത്തിലുള്ള ഫെസിലിറ്റിയും, ഓഫീസ് സപ്ലൈസ്, ഓഫീസിൻ്റെ മറ്റ് പേപ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കമ്പനി തന്നെ സപ്ലൈ ചെയ്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. വെഹിക്കിൾ സപ്പോർട്ട് അടക്കമാണ് കമ്പനി അവിടെ നൽകുന്നത്. എന്തായാലും ഈ രീതിയിൽ 16 സെൻറ്ററുകൾ ഇന്ത്യയിൽ നടത്തുന്ന ഇവർ തന്നെയാണ് ആദ്യമായിട്ട് ഈ കാറ്റഗറിയിൽ നിന്ന് ലിസ്റ്റിങ്ങിലേക്ക് എത്തുന്ന ഒരു മെയിൻ ബോർഡ് IPO ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവരുടെ പിയർ കമ്പനി എന്ന് പറയാനായിട്ടൊന്നും ലിസ്റ്റഡ് കമ്പനികളൊന്നുമില്ല. എന്നാൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ള ചില കമ്പനികളെ നമുക്ക് ഈ സെക്ടറിൽ കാണാനായിട്ട് സാധിക്കും. അത് വി വർക്ക്, കോവർക്ക്, സ്മാർട്ട് വർക്ക്, ടേബിൾ സ്പേസ് തുടങ്ങിയിട്ടുള്ള ചില കമ്പനികളാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ SME ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് കോണ്ടോർ സ്പേസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി. അതും ഈ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്.
അല്പം കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഈ 16 സെൻറ്റേഴ്സിൽ അല്ലെങ്കിൽ 16 സിറ്റികളിലായിട്ട് 169 ടോട്ടൽ സെൻറ്ററുകളാണ് ഓഫീസിനുള്ളത്. 1,05,258 ടോട്ടൽ സീറ്റുകളാണ്. എംപ്ലോയീസ് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് വിവിധ കമ്പനികളുടേതായിട്ട്. അപ്പോൾ അങ്ങനെ ചാർജബിൾ ആയിട്ടുള്ള ഏരിയ 5.33 മില്യൺ സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അങ്ങനെ അതിൽ 2,295 ക്ലയൻസ് ആണ്, വിവിധ തരത്തിലുള്ള കമ്പനികളാണ്. അതാണ് മൾട്ടി നാഷണൽ മുതൽ സ്റ്റാർട്ടപ്പ് വരെയുള്ള 2,295 ക്ലയൻസ് ആണ് ഇവർക്കുള്ളത്. അത് 52 മൈക്രോ മാർക്കറ്റ്സിലായിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം, അഡീഷണൽ ആയിട്ട് കമ്പനി നൽകുന്ന ഫെസിലിറ്റീസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ഫുഡ് ആൻഡ് ബിവറേജസ് ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി സപ്പോർട്ട്, അതായത് IT സപ്പോർട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ മറ്റ് അഡീഷണൽ ആയിട്ടുള്ള ചില ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്, അതായത് സ്റ്റോറേജ്, കസ്റ്റമൈസേഷൻ ഓഫ് ഈവൻറ്റ് ഹോസ്റ്റിംഗ്, മീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ഇങ്ങനെ എല്ലാം തന്നെ ഈ ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് അവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓഫീസ് സ്പേസ് സൊല്യൂഷൻസുമായിട്ട് ടൈപ്പിലുള്ള അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലാൻഡ് ഓണേഴ്സ് അല്ലെങ്കിൽ സ്പേസ് ഓണേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട സ്പേസ് ഓണേഴ്സ് തന്നെയാണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സ് ലിമിറ്റഡ്, ന്യാതി പ്രോജക്ട്സ് ലാൻഡ്മാർക്ക് പൂനെയിൽ, പിന്നെ നൈഷ ബിൽഡേഴ്സ് LLP, വജ്രം ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മജസ്റ്റിക് ഓട്ടോ ലിമിറ്റഡ്, പ്രഭാകർ റാവു ആശാപ്രിയ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, RB ഡൈവേഴ്സിഫൈഡ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള വലിയ ബിൽഡേഴ്സ് ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഓഫീസ് സ്പേസിൻ്റെ പ്രൊമോട്ടറെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അമിത് രമണി എന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഫൗണ്ടറാണ്. അതുകൂടാതെ കമ്പനിയുടെ CEO കൂടിയാണ്. പിന്നെ അവരെ കൂടാതെ പീക്ക് 15 പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് 5, നമുക്ക് നേരത്തെ ഇത് സെക്വോയ ക്യാപിറ്റൽ ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റ് 5 എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന കമ്പനിയാണ്. അവരുടെ ഇപ്പോഴത്തെ പേരാണ് പീക്ക് 15 പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് 5 എന്നുള്ളത്. അവരുടെ കൈവശം ആണ് 41.05% ഓഹരികളും ഇഷ്യൂവിന് മുമ്പ്. പ്രധാന ഇൻവെസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ അമിത് രമണിയുടെ കൈവശം 18.19%, പീക്ക് 15 പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് 5ൻ്റെ കയ്യിൽ 22.86% ഓഹരികളുമാണ് ഉള്ളത്. അതുകൂടാതെ ബിസ്ക് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഉണ്ട്, അതായത് ഷെയർസ് ക്യാപിറ്റൽ എന്നുള്ള ഫണ്ടിൻ്റെ ഒരു പാർട്ടാണ്. അവർക്ക് 23.47% ഹോൾഡിങ്സ് ഈ ഓഫീസ് സ്പേസിലുണ്ട്. പിന്നെ QRG ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹോൾഡിങ്സിൻ്റെ കൈവശം 9.58% ഓഹരികളും VBAP ഹോൾഡിങ്സിൻ്റെ കയ്യിൽ 9.35% ഓഹരികളും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അറിയപ്പെടുന്ന ഇൻവെസ്റ്ററായിട്ടുള്ള ആശിഷ് കച്ചോലിയയുടെ കൈവശം 5.01% ഓഹരികളും ഉണ്ട്. ഈ ഇഷ്യൂ വഴി ലഭിക്കുന്ന 128 കോടി രൂപ, ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 128 കോടി രൂപ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് 42.03 കോടി രൂപ അവർ വിനിയോഗിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു 54.37 കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുമെന്ന് പറയുന്നു. ബാക്കി അവരുടെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് ICICI സെക്യൂരിറ്റീസ്, ആക്സിസ് ക്യാപിറ്റൽ, IIFL സെക്യൂരിറ്റീസ്, MK ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ കമ്പനികളാണ്. രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കമ്പനിയുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്പേസിലുള്ള ഡിമാൻഡും എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഓഫീസ് സ്പേസ് എന്ന് കാണാൻ സാധിക്കുമെങ്കിൽ പോലും അവരുടെ റവന്യൂ സൈഡും മികച്ചതാണ്. CAGR നോക്കുകയാണെങ്കിൽ പ്രതിവർഷമുള്ള ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ 42% എങ്കിൽ പോലും അവരുടെ ബോട്ടം ലൈൻ അത്ര സുഖകരമല്ല. അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ലോസിൽ ആണ്. അത് മികച്ച ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം
നോക്കുമ്പോൾ അതിൻ്റെ EPS-ഉം നെഗറ്റീവ്. 2023 EPS നോക്കുകയാണെങ്കിൽ നെഗറ്റീവാണ്, 7.66 എന്നാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ആ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് പരിശോധിക്കാം. റവന്യൂ 2021 216.02 ആണെങ്കിൽ അത് അടുത്ത വർഷം അതായത് 2022 278.72 കോടിയാണ്. 2023 അത് 565.79 കോടിയിലേക്ക് വളർന്നിട്ടുണ്ട്. 2024 ഫിനാൻഷ്യൽ വർഷത്തിൻ്റെ ആദ്യത്തെ 3 ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 613.69 കോടി രൂപയാണ്. ഇനി നെറ്റ് ഇൻകം എന്നുള്ള സൈഡ് വാസ്തവത്തിൽ നെഗറ്റീവായിട്ടാണ് ഇവിടെ കാണുന്നത്. നെറ്റ് ലോസ് ആണത്. 42.64 കോടി രൂപയാണ് 21. അത് അടുത്ത വർഷമായപ്പോഴത്തേക്ക് 57.16 എന്നുള്ള ലെവലിലേക്ക് ലോസ് വർദ്ധിച്ചു. 2023 ആയപ്പോൾ ലോസിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. 46.64 എന്നുള്ള ലെവലിലേക്ക് കുറഞ്ഞു. 2024 ആദ്യത്തെ 9 മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ -18.94 എന്നാണ് ആ ഫിഗർ കാണുന്നത്. അതായത് ലോസ് പിന്നെയും കുറഞ്ഞിട്ടുണ്ട്. 18.94 കോടി രൂപയുടെ നഷ്ടം മാത്രമേ ഉള്ളൂ. അതായത് നഷ്ടം കുറഞ്ഞു വരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 2022 23 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും റവന്യൂവിൽ 103% വർധനവാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഈ നെറ്റ് ഇൻകം എന്നുള്ള ആ കോളത്തിൽ ഒരു 18.4% വർധനവും കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പ്ലസിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ ചലനഗതി നോക്കുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് തന്നെ അത് പോസിറ്റീവ് ലെവലിലേക്ക് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓഫീസ് സ്പേസ് സൊല്യൂഷൻസിൻ്റെ ഇഷ്യൂ ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇഷ്യൂ ഓപ്പൺ ആവുന്ന 22-ാം തീയതിയാണ്, ക്ലോസ് ചെയ്യുന്ന മെയ് 27-ാം തീയതിയുമാണ്. പ്രൈസ് ബാൻഡ് 364 രൂപ മുതൽ 383 രൂപ വരെയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു 2 കോടി രൂപയ്ക്കുള്ള ഓഫറുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് 36 രൂപ പെർ ഷെയർ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഫ്രഷ് ഓഹരികൾ 128 കോടി രൂപയ്ക്കുള്ളതും ഓഫർ ഫോർ സെയിൽ 1.2 കോടി ഓഹരികൾ, അതായത് അപ്പർ ബാൻഡ് വെച്ച് 470.93 കോടി രൂപയ്ക്കുള്ളതുണ്ടത്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ 598.93 കോടി രൂപയ്ക്കുള്ളതാണ്. റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നത് 39 എണ്ണമാണ് മിനിമം. അപ്പോൾ അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള HNIസിനാണെങ്കിൽ 14 ലോട്ട് മുതൽ 66 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 10 ഇതിൻ്റെ ഫേസ് വാല്യൂ. ഇനി അറിയേണ്ട ഒരു കാര്യം, റീറ്റെയിലേഴ്സിന് 10% ഓഹരികൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് 75%, 15% HNIസിന് നൽകുന്നത്. റീറ്റെയിലേഴ്സിന് 10%മേ ഉള്ളൂ. അലോക്കേഷൻ വരുന്നത് മെയ് 28-ാം തീയതി ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റിംഗ് വരുന്നത് മെയ് 30-ാം തീയതി ആയിരിക്കും മിക്കവാറും. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോൾ അപ്പർ ബാൻഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2658.7 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇതൊരു ന്യൂജൻ ബിസിനസ്സാണ്. ഇത് വളരെയധികം ഡിമാൻഡുള്ളൊരു ബിസിനസ് തന്നെയാണ്. വിവിധ നഗരങ്ങളിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലുള്ളതാണ് ഈ ഫ്ലെക്സി ഓഫീസ് സ്പേസ് എന്നുള്ളത്. ഇക്കാര്യത്തിൽ വമ്പൻ ലീഡറാണ് ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് എന്നുള്ളത്. കൊച്ചി അടക്കം ഉള്ള സ്ഥലങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പുതിയ മോഡലിലുള്ള ഒരു ബിസിനസ് തന്നെയാണിത്. ഇന്ത്യയിലെ നമ്പർ 1 ആണ് ഓഫീസ് സ്പേസ് എന്നുള്ള ഈ കമ്പനി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതിൻ്റെ CAGR പറയുന്നത് 42% എങ്കിൽ പോലും ഇതിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകളിൽ നമ്മൾ കണ്ടു നെറ്റ് ലോസാണ് കമ്പനി ഇപ്പോഴും എന്നുള്ളത് കൊണ്ട് തന്നെ തുടക്കക്കാരായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സും ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്നാൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവരും ഫണ്ടിന് ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാത്തവരുമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത് ലോങ് ടേം ബേസിൽ ഇതിൽ നിക്ഷേപിക്കാവുന്നതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ IPO വിശേഷം കേട്ടല്ലോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. പലരും ലൈക്ക് ചെയ്യാനായിട്ട് അല്പം പിശുക്ക് കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ രീതിയിലും വീഡിയോയെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.